അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഈ STP പ്ലാന്റിനോട് ഞങ്ങളുടെ അസോസിയേഷനോ ഇവിടെയുള്ള അസോസിയേഷനുകൾക്കോ റെസിഡൻസ് കമ്മിറ്റിക്കോ ഒന്നും യാതൊരു തരത്തിലുള്ള പരാതിയില്ല. STP പ്ലാന്റുകൾ ഈ കാലത്തിൻ്റെ ആവശ്യം തന്നെയാണ്. പക്ഷെ അത് എവിടെ വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് എവിടെ വരുന്നു എന്നുള്ളത്. അപ്പം ഞങ്ങൾ ഈ പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾ ആദ്യം ശ്രദ്ധിച്ചത് മുട്ടത്തറയിലെ പ്ലാന്റ് പോവുകയാണ്. മുട്ടത്തറയിലെ പ്ലാന്റ് ഞങ്ങൾ പോയി നോക്കുമ്പോൾ അത് 34 ഏക്കറിൻ്റെ ഉള്ളിലാണ് ആ പ്ലാന്റ് നിൽക്കുന്നത്. 34 ഏക്കറിൻ്റെ ഉള്ളിൽ മതിൽ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു 4 ഏക്കറിൻ്റെ ഉള്ളിലാണ് ഈ പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള STP പ്ലാന്റ് അനുസരിച്ച് ഇവിടുന്ന് 96 സെൻറ്റ് സ്ഥലമേ. ഇവിടെ ഒരു പ്ലാന്റ് പോയിട്ട് അതിൻ്റെ ഒരു സംഭരണി പോലും സൂക്ഷിക്കാനുള്ള സ്ഥലം ഇവിടെ. അപ്പം അത് വളരെ അത് ആരാണ് എങ്ങനെയാണെന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല. പക്ഷെ അത് വളരെ അശാസ്ത്രീയമായിരുന്നു, അൺസയൻറ്റിഫിക് ആയിരുന്നു. അപ്പോൾ അത് നമ്മളെല്ലാ ആളുകളോടും ബോധ്യപ്പെടുത്തിയപ്പോൾ എല്ലാ പാർട്ടികളുടെ പ്രതിനിധികളും മറ്റെല്ലാ ജനപ്രതിനിധികളും എല്ലാവരും ഒരുമിച്ച് നിന്നിവിടെ. ഒരാളും മാറി നിന്നില്ല. എല്ലാവരും ഒരുമിച്ച് നിന്ന് അവരുടെ എല്ലാവരുടെയും സമ്മതത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പ്ലാന്റിൻ്റെ കാര്യങ്ങൾ നോക്കി. ഈ പ്ലാന്റിൻ്റെ ഈ പ്രശ്നം വന്നപ്പോൾ ആദ്യം നമ്മൾക്ക് ബാലേന്ദ്രൻ MLA ആണ് ഇവിടെ വന്നത്. ഈ ബാലേന്ദ്രൻ MLA ആണ് ആദ്യം വന്ന ഉടനെ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചു ഞാൻ ഈ പ്ലാന്റിനെതിരാണ്. നമ്മുടെ എല്ലാ ആളുകളും അപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ ആളുകളും ഇപ്പോൾ സന്തോഷമടക്കമുള്ള ആളുകളൊക്കെ അന്ന് ബാലേന്ദ്രൻ വരുമ്പോൾ ഇവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് TN പ്രതാപൻ വന്നു. TN പ്രതാപൻ വന്നപ്പോൾ TN പ്രതാപൻ വളരെ മുന്നിലേക്ക് പോയി. TN പ്രതാപൻ ഈ പ്ലാന്റ് ഇവിടെ വേണ്ടെന്ന് പറഞ്ഞിട്ട് അത് മേയർക്ക് എഴുതി കൊടുത്തു. മാത്രമല്ല ദിശയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ പ്ലാന്റിന് അനുമതി നൽകില്ല എന്നുള്ള ഒരു നിലപാട് അദ്ദേഹം എടുക്കുകയും ചെയ്തു. പിന്നെ രാജൻ പല്ലൻ അവരെ മറ്റുള്ള ആളുകൾ വിനോദ് കൊള്ളാഞ്ചേരി BJPയുടെ ഇവരെല്ലാവരും വന്ന് നമ്മുടെ 2 കൗൺസിലർമാർ നമ്മുടെ ഒപ്പം നിന്നു. അപ്പം അങ്ങനെ ഒരു യോജിച്ച ജനങ്ങളുടെ ഒരു മുന്നേറ്റമാണ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായത്. അപ്പോൾ അതിലെല്ലാ രാഷ്ട്രീയ കക്ഷികളും നമ്മളോട് സഹകരിച്ചു. ആ സഹകരണത്തിന് നമ്മൾ നന്ദി പറയും. ഇത് കഴിഞ്ഞ് നമ്മളുടെ പ്രശ്നം നമ്മൾ ആദ്യം അവതരിപ്പിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട മേയറുടെ അടുത്ത് തന്നെയാണ്. ഞങ്ങൾ നേരിട്ട് പോയിട്ട് അപ്പോൾ നമുക്ക് വർഗീസ് കണ്ടംകുളത്തിൽ അടുത്തുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഈ പ്രശ്നം ഞങ്ങളൊന്ന് പഠിക്കാം, ഞങ്ങളൊന്ന് മനസ്സിലാക്കട്ടെ, ഇതെങ്ങനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നോക്കുമ്പോഴാണ് നമ്മുടെ ഡാറ്റാ ബാങ്കിൽ നമ്മുടെ ഈ പ്ലാന്റ് മാത്രം കയറി വരുന്നത്, STP പ്ലാന്റ് കയറി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിൽ നോക്കുമ്പോൾ ഈ കോട്ടപ്പുറത്തെ മാത്രം ഒരു പ്ലാന്റ് എങ്ങനെയാണ് ഈ മാസ്റ്റർ പ്ലാന്റിൽ കയറി വരുന്നതെന്നുള്ളൊരു ആശങ്കയുണ്ടായി. അപ്പോൾ അന്ന് കോർപ്പറേഷൻ തന്നെ ഒരു പബ്ലിക് ഹിയറിംഗ് വെച്ചപ്പോൾ നമ്മളെല്ലാവരും കൂടി അതിനെ ശക്തമായിട്ട് എതിർക്കുകയും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അവിടെ പോയി നമ്മൾ എതിർക്കുകയും നമ്മളത് രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നമ്മളെല്ലാ നേതാക്കന്മാരും മറ്റു ആളുകൾക്കുമായിട്ട് കോർപ്പറേഷൻ്റെ മറ്റു അംഗങ്ങളുമായിട്ട് അതിലേറ്റവും കൂടുതൽ നമ്മളോട് സഹകരിച്ച ആളാണ് ഫിറോസ്. ഞാനെന്താ പറയാൻ കാരണം വെച്ചാൽ ഈ നമ്മുടെ കോർപ്പറേഷനിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള അതിലെ കോർപ്പറേഷൻ മെമ്പറാണ് ML ഫിറോസ്. അവർക്ക് എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചായിട്ട് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരുമായിട്ട് ചർച്ച ചെയ്തു. ഇവിടെ നേരിട്ട് വന്നിട്ട് ഇതിൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ പഠിച്ച ആളാണ് അനന്ത് സാർ. അത് നമ്മുടെ 3-4 തവണ ഇവിടെ വന്ന് അദ്ദേഹം ഇത് പരിശോധിച്ച് ഇതിലേക്ക് വന്നു. ഇത് മാത്രമല്ല 3 കൊല്ലമായിട്ട് നമ്മുടെ ഒരു പരിഹരിക്കാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ മതിൽ ഇത് ഇങ്ങനെ തകർന്ന് കിടക്കുകയായിരുന്നു. ഇഴജന്തുക്കൾ മുഴുവൻ ഇതിൻ്റെ ഉള്ളിൽ കയറി വരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല. ഇപ്പം ഇലക്ഷന് ശേഷം നമുക്ക് എന്തെങ്കിലും അത് ചെയ്യാൻ പറ്റും. എല്ലാം കയറി ഇങ്ങോട്ട് വരികയായിരുന്നു. അപ്പം സ്വൈരജീവിതം നടക്കാത്തൊരു ഒരു സംഭവമായി. ഈ വഴി കൂടെ ഒറ്റയ്ക്ക് നടക്കാൻ പറ്റില്ലെന്നോ, നമുക്ക് രാവിലെ നടക്കാൻ പറ്റില്ല വഴി കൂടെ. കാരണം അതിൻ്റെ ഉള്ളിൽ മുഴുവൻ അതുപോലെ തന്നെ ഇഴജന്തുക്കളാണ്. അപ്പം നമുക്കത് ആ സിറ്റുവേഷൻ നമുക്കുണ്ട്. അത് നമ്മൾ പറഞ്ഞപ്പോൾ ഇപ്പം ഞാൻ ഇന്ന് തന്നെ സംസാരിച്ചത് ഞാൻ ML റോസിയായിട്ട്. ആ പറഞ്ഞത് നമ്മൾ ഈ ഇലക്ഷൻ കഴിഞ്ഞോട്ടെ 26-ാം തീയതി കഴിഞ്ഞോട്ടെ അത് നമുക്ക് ചെയ്യാമെന്നുള്ള കാര്യം അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അനൂപും അതിന് വേണ്ടിയിട്ട് നമ്മളവിടെ മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ട്. വളരെ നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട്. നമുക്ക് സഹകരിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ അതും തുടങ്ങിയപ്പോൾ മാത്രമല്ല ഈ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ കോട്ടപ്പുറത്ത് റോഡ് വികസനത്തിൻ്റെ കാര്യത്തിൽ വളരെ അനുഭാവപൂർണ്ണമായിട്ടുള്ളൊരു ഇതാണ്ടാണ് ഉണ്ടായത്. നമ്മുടെ ഈ റോഡിന് വാസ്തവത്തിൽ MG റോഡ് വീതി കൂട്ടാണ്ട് ഇവിടെ ഒരു റോഡും വീതി കൂട്ടിയിട്ട് കാര്യമില്ല. പക്ഷേ അത് വളരെ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവുകയും അവരത് സംബന്ധിച്ചുള്ള തീരുമാനത്തിൽ കൃത്യമായിട്ട് എത്തുകയും ചെയ്തു. അങ്ങനെ നമുക്ക് ആ പ്രശ്നം വലിയൊരു പ്രശ്നമായിരുന്നു, നമ്മുടെ തലവേദനയായിട്ട്. അത് നമുക്ക് അവർ ഒഴിവാക്കി തരികയും ചെയ്തു. അതിന് ഞാൻ കോർപ്പറേഷൻ്റെ എല്ലാ ഭരണാധികാരികളോടും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയാം. ഇനി നമുക്ക് ഒന്നുള്ളത് നമ്മളൊരു ഹബ്ബ് വെക്കണമെന്നുള്ളത് നമ്മൾ കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടു. കോട്ടപ്പുറം അമ്പലത്തിൻ്റെ അവിടെ നിരന്തരമായിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ വളരെ ഓവർ സ്പീഡിൽ വാഹനങ്ങൾ വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങളോട് ഉണ്ടാവും. അപ്പോൾ അത് അമ്പലത്തിൻ്റെ അടുത്താകുമ്പോൾ പോലും പോലും അവിടെ അപകടങ്ങൾ അതിൻ്റെ അപ്പുറത്ത് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ഹബ്ബ് വെക്കണം എന്നുള്ളതാണ് പൊതുവെ എല്ലാവരും കൂടിയുള്ള ഒരു ആവശ്യം. അതും ഇതുപോലെ തന്നെ നമുക്ക് ഇലക്ഷൻ ശേഷം നമുക്ക് അത് പരിഹരിക്കാവുന്നൊരു പ്രശ്നമാണ് ഉള്ളത്.
അപ്പോൾ ഈ വക കാര്യങ്ങളിലെല്ലാം നമ്മുടേതായിട്ടുള്ള ഒരു നിലപാട് നമ്മളെല്ലാവരും കൂടി യോജിച്ചെടുത്തൊരു നിലപാടാണ് നമ്മളെ അവരെ അറിയിച്ചിട്ടുള്ളത്. നമ്മുടെ എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും എല്ലാം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ പറ്റുന്ന വിശാലമായിട്ടുള്ള ഒരു സമീപനം അവരുടെ ഭാഗത്ത് ഉണ്ട്. അപ്പോൾ അത് മറ്റു കാര്യങ്ങൾ അവർ സംസാരിച്ചതിന് ശേഷം നമുക്ക് അസോസിയേഷനിൽ നിന്ന് ചെയ്തു തരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഒന്നും നമുക്ക് പിന്നീട് ആവശ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ആദ്യമായിട്ട് ഞാനിത് സംബന്ധിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ MLA ഓഫീസർത്തേനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഞാൻ പരിചയപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ല. ഇടയ്ക്കൊരു മേയറുണ്ട്, എന്നോ മേയറാവേണ്ട ആളാണ്. ഞാൻ എല്ലാ കാലത്തും ഓരോ കാലത്തും ഇങ്ങനെ പോകും. അപ്പോൾ ഇത് പോകുന്ന ആളാണ്. നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ടാണ്. പക്ഷെ അതുകൊണ്ടൊരു കുറവ് വരുത്തിയിട്ടില്ല. നല്ല ജനപ്രതിനിധി. ഇനി സമയമുണ്ട് കേട്ടോ. അതെ, ഇനി ചെറുപ്പം ബാക്കിയുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഓഫീസർത്തേനെ ഞാൻ സംസാരിക്കുന്നത് മറ്റേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ പോകുന്ന നിർമ്മാണത്തെ പറ്റി എല്ലാ വിശേഷങ്ങളും പറയും. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടാത്ത ഒന്നിനും നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി. നിങ്ങളെ പോലുള്ളവരാണ് ഞങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്കൊന്നും പ്രതികൂലമായിട്ടുള്ള ഒരു ചിന്താഗതി ഞങ്ങൾക്കില്ല. ഇത് ഒരുപക്ഷെ എങ്ങനെയായിരിക്കും ഇവിടെ ഇത് കിടക്കുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ സ്ഥലമാണല്ലോ എന്ന് വെച്ചിട്ടായിരിക്കും, ഗവൺമെൻറ് സ്ഥലമാണെന്ന് വെച്ചിട്ടായിരിക്കും CP പ്ലാനിലുള്ള ഉണ്ടെന്ന് ചോദിച്ചത്. പക്ഷെ അന്നും അത് ഇതൊക്കെ സഹിച്ചവിടെ ഒന്ന് മറ്റുള്ളവരൊക്കെ സഹിച്ചു വരുമ്പോഴൊക്കെ ഇതേപറ്റി ചിന്തിക്കുമ്പോൾ ജനങ്ങളെ പ്രതികരിക്കുന്ന, ജനങ്ങളെ അനുകൂലിക്കുന്നല്ല, ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എല്ലാ പ്രവർത്തികൾക്കും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഭരണസമിതിയായിട്ട് നമുക്കുള്ളത്. ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളെ ആഗ്രഹിക്കാത്ത പലതും നടക്കുന്ന പോലെയല്ല. എൻ്റെ STP പ്ലാന്റ് ഇവിടെ എന്തായാലും നിർമ്മിതമല്ല. അതെന്തായാലും ഇപ്പം നേരത്തെ പറഞ്ഞു, സുരേന്ദ്രൻ പറഞ്ഞു, ഒരു സ്ഥലത്ത് എവിടെയാണ് സ്ഥലം പറഞ്ഞ് മുട്ടത്തറ 34 ഏക്കർ. ആ സ്ഥലത്തിൽ 4 ഏക്കർ സ്ഥലത്താണ് ഈ പ്ലാന്റ് നിർമ്മിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ തുച്ഛമായ 1 ഏക്കറിന് താഴെയുള്ള സ്ഥലത്ത് ഈ പ്ലാന്റ് നിർമ്മിതമാകാനായിട്ട് ഒരിക്കലും സാധ്യമല്ല എന്നത് പല കരങ്ങളാലും പല സ്ഥലങ്ങളും വന്ന് കോർപ്പറേഷൻ മേയർ അടുത്ത് പോയി, പിന്നെ MLA വന്ന് ഇത് കണ്ടു, അനൂപ് കാണാൻ വന്ന് കണ്ടു, എല്ലാവരും കണ്ടെല്ലാം സഹിച്ചു. ഒരിക്കലും ഈ പ്രയാണത്തിന് തൃശ്ശൂർ കോർപ്പറേഷൻ ഒരിക്കലും കൂടെ നിങ്ങളും കൂടിയാണ് നിൽക്കുക. ഒരിക്കലും ഈ പ്ലാൻ വരിക. അത് നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടാത്ത ഒന്നും തൃശ്ശൂർ കോർപ്പറേഷൻ ഞങ്ങളെ ഇത് പറയുന്നത് ഇലക്ഷൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ്. ജനങ്ങളാണ് ഞങ്ങളുടെ ഓരോ കാലത്തിൻ്റെയും ഓരോ മുതൽക്കൂട്ട്. ഞങ്ങളെപ്പോഴും ജനങ്ങളുടെ കൂടെയാണ്. ഞാനൊക്കെ 30 വർഷം മനസ്സിലാവണമെങ്കിൽ അറിയാലോ, ഇലക്ഷൻ എന്ന് പറയുന്നത് ഇലക്ഷൻ എന്താ പോരാ അല്ലേ? അത് 30 വർഷം തെളിയിച്ചിട്ടുള്ള ആളാണ്. ഇത് 30 വർഷം കഴിയുമ്പോൾ ഒരു കൂടിയ മത്സരിക്കുന്ന ആഗ്രഹമുണ്ട്. ദൈവം ആരോഗ്യം തന്നാലും ഞാൻ ജയിക്കും. പക്ഷെ ജനങ്ങൾ കൂടെയാണ്. ജനങ്ങൾ എന്താണ് പറയുന്നത്? നല്ല വശങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ VS സുനിൽകുമാർ പറഞ്ഞു, ഞാൻ 2006 ക്ഷേത്രത്തിൽ നിന്ന് MLA, 2011 കൈപ്പമംഗലം MLA, പിന്നെ തൃശ്ശൂർ MLA. ഈ MLA ആകുമ്പോഴൊക്കെ ജനങ്ങൾ എങ്ങനെയാണ് ആളെ വീക്ഷിക്കുന്നത്? ഇപ്പോഴും ഞാൻ എൻ്റെ ഡിവിഷനിലൊക്കെ സുനിൽകുമാറിന് വേണ്ടി വോട്ട് ചോദിക്കാൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ ആൾ നല്ല വ്യക്തിത്വമുള്ള മനുഷ്യനാണ്. പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ പോലെ ചെയ്യുന്ന വ്യക്തിയാണ്. ഇപ്പോൾ 2-3 ഉദാഹരണം ജനറൽ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുക. ഞാനൊക്കെ വിചാരിച്ചില്ലേ, ഞാൻ ഓരോ സ്നേഹത്തിൻ്റെ പേര് പറയുന്നതാണ്. പണ്ടൊക്കെ ഇന്ത്യയിലെ പല ആൾക്കാർ ഭരിച്ചിട്ട് MLA വെക്കുന്നത് MLA കാണാൻ കാറിന് മുമ്പാണ് ഇല്ലാതെ MLA പോകുന്നത്. അല്ലെങ്കിൽ ഒരു മിനിസ്റ്റർ പോകുന്നത് പറയും, ഇത് നമ്മുടെ അടുത്തുണ്ട്, ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ഒപ്പം നമുക്ക് എന്ത് പറഞ്ഞാലും ചെയ്യാനായിട്ട് ഉദകുമാറുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. ജനറൽ ഹോസ്പിറ്റൽ എത്ര സംവിധാനങ്ങൾ അടച്ചിട്ടുണ്ടോ, എത്ര കോടി രൂപ ഒഴുക്കിയിട്ടുണ്ടെന്നറിയാം. ഇതെല്ലാം ചെയ്യുന്ന നല്ല ഹൃദയത്തിന്, നല്ല മനസ്സുള്ള, നല്ല വ്യക്തിത്വമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ പാർലമെൻറ്റിൽ മത്സരിക്കുമ്പോൾ ഞാൻ എൻ്റെ നിശ്ചിതമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കുമോ അതെല്ലാം കൂടുതലെടുത്തുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ആർക്കുവേണ്ടി? ജനങ്ങൾക്ക് വേണ്ടി. അത് തീർച്ച ഉത്തമ മാതൃകമായിട്ട് പറയുന്നത് ഞാൻ ഇപ്പോൾ പറയാം. VS സുനിൽകുമാർ ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് സുനിൽകുമാർ കൊണ്ടുവന്നാലും അരുവാളനെക്കെതിരെ അടയാളത്തിൽ വോട്ട് ചെയ്യുന്ന ആൾ പറയുന്നുണ്ടെങ്കിൽ അതിന് തരംതിരിവോട് കാണുന്ന ജനമാണ് നമ്മൾ. നിങ്ങൾക്ക് ഒരു ആശങ്കയും വേണ്ട. ഇവിടുത്തെ ഒരു ഫ്ലാറ്റ് ഒരു ആശങ്ക വേണ്ട.
നിങ്ങൾ എന്ത് പറയുന്നു അതിനപ്പുറം തൃശ്ശൂർ പ്രശ്നം കൂടി. നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള വിഷമത്തിലും നിങ്ങൾ മുന്നോട്ട് നയിക്കാൻ കഴിവിച്ചവരാണ് ഭരണസമിതിയിലുള്ളത് എന്ന് ഞാനും ഇപ്പോൾ നിങ്ങളടുത്ത് പറയാം. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നല്ലൊരു സങ്കല്പത്തെ വഴി തെളിച്ചുകൊണ്ട് നിങ്ങൾ ആശങ്കരായിരിക്കുന്ന പല കാര്യങ്ങളും അത് തുടച്ചു മാറ്റിക്കൊണ്ട് ആശങ്കയില്ലാതെ തന്നെ മുന്നോട്ട് നയിക്കാൻ ഇന്ന് ഭരണസമിതിക്ക് സാധിക്കും എന്നുള്ളത് അടിവരെ വെച്ച് നമ്മൾ പറയും, ഉറച്ചു പറയാം. ഒരിക്കലും നിങ്ങളെ വിഷമിച്ചുകൊണ്ടോ നിങ്ങൾ പറഞ്ഞ വാക്കുകൾക്ക് എന്താണ് പറയുക കൽപ്പ് കഴിക്കാണ്ടോ അല്ല, നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾക്ക് ആശങ്കരാക്കുന്ന പല വ്യക്തികളും പല രൂപത്തിലും ഭാവത്തിലും നയിക്കും. അതൊന്നും ഉറപ്പാണ് പറഞ്ഞത്. ആ ഉറപ്പ് ഞങ്ങൾക്ക് വെറുതെ പറയുന്ന ഉറപ്പല്ല. ആ ഉറപ്പ് നമുക്ക് തരും. ആ തന്നിരിക്കുന്നുണ്ട്. അത് മാറ്റി കഴിഞ്ഞു. ഇനി ഇത് ഇലക്ഷന് വേണ്ടി വോട്ടിന് വേണ്ടി മാത്രമല്ല, ഒരിക്കലും നമുക്കുണ്ടാവില്ല. ഇപ്പോൾ നിങ്ങളോട് കൂടെയുണ്ട്. നമ്മൾ സഹൃദയത്തോടുകൂടി ഇത്രയും വിഷുവിൻ്റെ തലേദിവസം ഇത്രയും ആൾക്കാർ കൂടി ഇത്രയും ഹൃദയമാർന്ന ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തതിൽ അതിയായ സന്തോഷമാണ്. നിങ്ങൾക്ക് അത്രയും ജാഗ്രതയുള്ളവരാണ്. നിങ്ങളത് അത്രയും പറയാനുള്ള എന്താ പറയുക, നിങ്ങൾ പ്രശ്നങ്ങളെ പറയാനുള്ള ഒരു വേദി കൂടിയാണിത്. ഇതെല്ലാം ഊന്നൽ കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥിയായി VS സുനിൽകുമാറിനെ അരിവാൾ നൽകുന്നതിനടുത്ത് വമ്പിച്ച് ഭൂരിപക്ഷം ജയിച്ചെടുത്താണ്. ആള് നല്ല സൽഗുണങ്ങളുള്ള നല്ല വിത്തരം. നിങ്ങൾ ഒരുമിച്ച് വ്യക്തമായിട്ട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അനുഭവത്തിലൂടെ നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ടാകും. അത് തീർച്ചയായിട്ടും അവരൊപ്പം നിങ്ങളുടെ ഒപ്പം ഞങ്ങളുണ്ടാവും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാവർക്കും വിശ്വാസങ്ങൾ നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ അല്ല, ഞങ്ങൾ പറഞ്ഞത് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ക്ലാരിഫിക്കേഷൻ. ഞാനീ കോട്ടയം